സ്റ്റുഡൻസ്, അപ്പോൾ നാറ്റ 2024 സ്കോറും അതുപോലെ തന്നെ +2 സ്കോറും നമ്മുടെ കീം അലോട്ട്മെന്റിനുമായി ബന്ധപ്പെട്ടിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് നമ്മുടെ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് +2 അല്ലെങ്കിൽ ഡിപ്ലോമ സ്കോർ, അതിൻ്റെ കൂടെ തന്നെ നാറ്റ സ്കോർ മുതലായവ 2024-2025 അധ്യയന വർഷത്തേക്കുള്ള അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മാർക്ക് എൻട്രി ചെയ്യാൻ മുതലായ കാര്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ള കുട്ടികൾക്ക് നമ്മുടെ ചാനലിൽ ആ വീഡിയോ തന്നെ കാണാവുന്നതാണ്. അതല്ലെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു വീഡിയോ കൂടി ലിങ്ക് വെക്കാം. ഇനി പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ, മാർക്ക് സബ്മിഷൻ ഫോർ BR എന്നുള്ള മെനുവിൽ കയറിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെല്ലാ മാർക്കും എൻട്രി ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ അപ്പ് ചെയ്തിട്ട് നാറ്റ സ്കോർ കാർഡും +2 അല്ലെങ്കിൽ ഡിപ്ലോമയുടെ സ്കോർ കാർഡും അപ്ഡേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം പ്രിന്റ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് കൺഫർമേഷൻ റിപ്പോർട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഹാർഡ് കോപ്പി ആയിട്ടോ സോഫ്റ്റ് കോപ്പി ആയിട്ടോ സ്വന്തമായിട്ട് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. CBSE പോലെ 2ാം വർഷത്തിൽ മാത്രം പരീക്ഷ നടത്തുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് +2ന്റെ സ്കോർ കാർഡാണ് യൂസ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് സിലബസിലുള്ളവർക്ക് +1 +2 കമ്പൈൻഡ് ആയിട്ടുള്ള സ്കോർ കാർഡാണ് യൂസ് ചെയ്യേണ്ടത്. നാറ്റ സ്കോർ കാർഡ് അതുപോലെ തന്നെ +2 സ്കോർ കാർഡൊക്കെ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ PDF ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നാറ്റ സ്കോർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം ഇപ്പോൾ തന്നിട്ടുള്ളത് 25/7/2024 5 o'clock ആണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ഏകദേശം നമുക്കിനി ഒരു 5 ദിവസമാണ് ഉള്ളത്. അപ്പോൾ ഇന്നും നാളെ ആയിട്ടൊക്കെ നമുക്കത് അപ്ലോഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. COയുടെ പ്രൊഫഷനിൽ ഒന്നിലധികം ടെസ്റ്റുകൾ പങ്കെടുക്കുകയാണെങ്കിൽ എല്ലാ ടെസ്റ്റുകളിൽ ലഭിച്ച സ്കോറുകളും സ്കോർ കാർഡ് ലഭ്യമാണെങ്കിലും ടെസ്റ്റുകളിൽ ലഭിച്ച മികച്ച സ്കോർ കാർഡിന്റെ സ്വാധുവായ സ്കോറായി കണക്കാക്കും. ആയതിനാൽ ഒന്നിലധികം ടെസ്റ്റ് എഴുതിയവർ ഉയർന്ന സ്കോർ ലഭിച്ച ടെസ്റ്റിന്റെ സ്കോർ കാർഡ് തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് കിട്ടിയ സ്കോർ കാർഡിന്റെ നാറ്റ സ്കോർ കാർഡ് ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഈ 2 ഡൗട്ടുകളാണ് മെയിനായിട്ട് കുട്ടികളോട് ചോദിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, ഹയസ്റ്റ് സ്കോറിന്റെ കാർഡ് മാത്രമാണോ സബ്മിറ്റ് ചെയ്തത്? അപ്പോൾ ഈ 2 ഡൗട്ടുകൾക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാൻ എനിക്ക് പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ഡൗട്ട് ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഭാവിയിൽ ഒരു ആർക്കിടെക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ മടിച്ചു നിൽക്കാതെ ഇഗ്നൈറ്റിലേക്ക് വരും. IIT അലുമിനി അഭിലാഷ് സാറിന്റെ നേതൃത്വത്തിൽ വൺ ഓഫ് ദി ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നായ ഇഗ്നൈറ്റിലൂടെ നിരവധി വിദ്യാർത്ഥികൾ ബെസ്റ്റ് കോളേജസിൽ പ്രവേശനം നേടിയിട്ടുണ്ട്. ഒരു ബാച്ചിൽ കേവലം 25 വിദ്യാർത്ഥികൾ മാത്രമുള്ള ഇഗ്നൈറ്റ് നാറ്റ പരീക്ഷകളിൽ മികവുറ്റ ഫലം ഉറപ്പാക്കുന്നു. ആഴ്ചയിൽ 1 തവണ മോണിറ്ററിംഗ്, വ്യക്തിഗത മെന്റർഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ നിങ്ങളൊരു റിപ്പീറ്റർ അല്ലെങ്കിൽ സൺഡേ ബാച്ചസ് ആവശ്യമുള്ളവർക്കും ഇഗ്നൈറ്റ് ഹെൽപ്ഫുൾ ആണ്. ഡോണ്ട് വെയിറ്റ്, ഇന്ന് തന്നെ ഇഗ്നൈറ്റിനെ കോൺടാക്ട് ചെയ്യൂ ഫോർ മോർ ഡീറ്റെയിൽസ്. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവട്ടെ.